കേരളത്തിലും രാജ്യത്തുമുണ്ടായിട്ടുള്ള വിവാദപരമായ ചർച്ചകൾ ഓരോ ദിവസം കഴിയും തോറും അതിൻ്റെ ഗൗരവം, അതിൻ്റെ തലങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ കാര്യത്തെ സംബന്ധിച്ചുള്ള അഭിപ്രായം നേരത്തെ പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾ പ്രകടിപ്പിച്ചിരുന്നുവെങ്കിൽ പോലും കൂടുതൽ വസ്തുനിഷ്ഠമായി വിലയിരുത്തിക്കൊണ്ട് പ്രതികരിക്കാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട വിഷയം, പ്രധാനപ്പെട്ട ആവശ്യം ഞാൻ മുന്നോട്ട് വെക്കുന്നത്, ആവശ്യപ്പെടുന്നത് ഗുരുതരമായ ലൈംഗിക അതിക്രമങ്ങളും ഹീനമായ കുറ്റകൃത്യങ്ങളും ചെയ്തവരെ സംരക്ഷിക്കാൻ നടപടികൾ സ്വീകരിച്ച സംസ്ഥാന ഗവൺമെൻറ്റിനെ പ്രതിസ്ഥാനത്ത് നിർത്തി പ്രോസിക്യൂട്ട് ചെയ്യണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യം. ഈ വിഷയത്തിൽ ഒന്നാം പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് കേരള സർക്കാരാണ്. കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും കേരളത്തിൻ്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയുമാണ്. കാരണം 4.5 വർഷം മുമ്പ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, ഒരു റിട്ടയർഡ് ജുഡീഷ്യൽ ചെയർപേഴ്സണായിട്ടുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ലഭ്യമായതിനു ശേഷം 4.5 വർഷക്കാലം ഒരു നടപടിയും സ്വീകരിക്കാതെ അത് പൂഴ്ത്തിവെച്ചത് ഗുരുതരമായിട്ടുള്ള ക്രിമിനൽ കുറ്റമാണ്. ആ ഗുരുതരമായ ക്രിമിനൽ കുറ്റം ചെയ്തത് എന്തിനു വേണ്ടിയായിരുന്നു? കുറ്റാരോപിതരായിട്ടുള്ള പ്രമുഖരായിട്ടുള്ള ഫിലിം ഇൻഡസ്ട്രിയിലുള്ള പ്രമുഖരെ സംരക്ഷിക്കാൻ, ഇരകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല, വേട്ടക്കാരെ സംരക്ഷിക്കാനും ഇരകളുടെ താല്പര്യങ്ങൾ തമസ്കരിക്കുകയും ചെയ്തുകൊണ്ടുള്ള നടപടി സ്വീകരിച്ചത് സത്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ് ചെയ്ത ഗുരുതരമായിട്ടുള്ള ഒരു ക്രിമിനൽ കുറ്റമാണ്. ആ ക്രിമിനൽ കുറ്റത്തിന് നേതൃത്വം കൊടുത്ത സംസ്ഥാന ഗവൺമെൻറ്റിനെ തന്നെ ഈ കാര്യത്തിൽ പ്രോസിക്യൂട്ട് ചെയ്യണം. അതായിരിക്കണം ഫസ്റ്റ് സ്റ്റെപ്പ് ഉണ്ടാകേണ്ടത്.